വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ബൂത്തിലേക്ക് അമേരിക്ക. അമേരിക്ക ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക്. അഭിപ്രായ വോട്ടെടുപ്പുകളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് ജോ ബൈഡൻ. എങ്കിലും റിപ്പബ്ലിക്കൻ കോട്ടകളായ ചില സ്റ്റേറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ബൈഡന് ഭരണം ഉറപ്പിക്കാൻ കഴിയൂ. ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചയ്ക്ക് 2:30 ചില സ്റ്റേറ്റുകളിൽ വോട്ടെടുപ്പ് ആരംഭിക്കും. അമേരിക്കൻ സമയം പുലർച്ചെ 5 മുതൽ 7 വരെയാണ് വിവിധ സമയങ്ങളിലായി വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ്. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 6 മണിയോടെ ആദ്യ ഫലസൂചനകൾ ലഭിക്കും. 9 കോടിയോളം തപാൽ വോട്ടുകളും മുൻകൂർ വോട്ടുകളും ഉള്ളതിനാൽ അന്തിമ ഫലം ചിലപ്പോൾ ദിവസങ്ങളോളം വൈകാം. ആരാണ് ഡൊണാൾഡ് ട്രംപ്? ഒരു റിയൽ എസ്റ്റേറ്റ് സംരംഭകനിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിലേക്കുള്ള ആ വളർച്ച അസാധാരണവും അപ്രതീക്ഷിതവുമായിരുന്നു. കാണാം ആ സാഹസിക ജീവിതം. Do you think wealth corrupts? Certainly can corrupt. There are two things in life, love and work. If you had to choose one, if it was a life and death situation, which one would you choose? I would probably choose love. 30 തികയും മുൻപേ സഹസ്ര കോടീശ്വരൻ, അസംഖ്യം വ്യവസായങ്ങളുടെ അധിപൻ. പ്രസിഡന്റ് ആയത് ഇന്നും ഇന്നലെയുമല്ല, 1971 തന്നെ പ്രസിഡന്റാണ്. ദി ട്രംപ് ഓർഗനൈസേഷന്റെ പ്രസിഡന്റ്. അന്ന് പ്രായം 25. അമേരിക്കൻ ജനതയ്ക്ക് ഒരു തവണ നേരം വെളുക്കുമ്പോൾ ട്രംപിന് 10 ദിവസം കഴിയുമെന്നാണ് തമാശ. അത്ര വേഗമായിരുന്നു റിയൽ എസ്റ്റേറ്റ് വ്യവസായി സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തത്. ധൂർത്തനായ ചെറുപ്പക്കാരൻ സങ്കല്പം അക്ഷരം പ്രതി നടപ്പായ യൗവനം. ആദ്യ വിവാഹം 1977. ചെക്ക് മോഡൽ ഇവാനയിൽ മക്കൾ 3. ട്രംപ് ജൂനിയറും ഇവാങ്കയും എറിക്കും. 1992 വിവാഹമോചനവും തുടർന്ന് നടി മാല മേപ്പിൾസുമായുള്ള വിവാഹവും. ആ വിവാഹത്തിൽ ടിഫാനി എന്ന മകൾ. 1999 അതും പിരിഞ്ഞു. ഇപ്പോഴത്തെ ഭാര്യ മെലാനിയെ വിവാഹം കഴിക്കുന്നത് 2005. മെലാനിയയിൽ മകൻ ബാരൻ. വിവാഹ ജീവിതം പോലെ മാറി മറിഞ്ഞു നിന്നു ട്രംപിന്റെ രാഷ്ട്രീയവും. 1987 റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ചേർന്ന ട്രംപ് 99 റിഫോം പാർട്ടിയിലെത്തി. 2001 ഡെമോക്രാറ്റിക് പാർട്ടിയിൽ. 2009 ആയപ്പോൾ വീണ്ടും റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക്. 2012 മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഗതികെട്ട് പിന്മാറി. 2016 ഒറ്റയ്ക്ക് മത്സരരംഗത്തിറങ്ങുമ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ പോലും വിചാരിച്ചില്ല ഇതാണ് സ്വന്തം സ്ഥാനാർത്ഥിയെന്ന്. ഓരോ സ്റ്റേറ്റുകളിലായി പണമെറിഞ്ഞു നടത്തിയ പ്രചാരണം. അതോടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ 2 മുതിർന്ന നേതാക്കളെയും പിന്നിലാക്കി 3 മാസം കൊണ്ട് കളം പിടിച്ചു. ഒടുവിൽ സൂത്രക്കാരനായ വ്യവസായിയെപ്പോലെ മൊത്തം വോട്ടിൽ തോറ്റിട്ടും അന്തിമ വിജയിയായി ട്രംപ്. നായിക നോക്കി നിൽക്കുമ്പോൾ വില്ലൻ നായകനായ സിനിമ പോലെ. I, Donald John Trump, do solemnly swear that I will faithfully execute the office of President of the United States. The office of President of the United States. And President. റിയൽ എസ്റ്റേറ്റിൽ തുടങ്ങി എണ്ണയിലും ഷിപ്പിംഗിലും സോളാർ പാനൽ നിർമ്മാണത്തിലും വരെ വന്നു നിൽക്കുന്ന വ്യവസായങ്ങൾ. അമേരിക്കയിൽ നിന്ന് മധ്യേഷ്യ വരെ വ്യാപിച്ചു കഴിഞ്ഞ സാമ്രാജ്യം. പലതവണ ജപ്തിയും പാപ്പരാകലും കഴിഞ്ഞ് വളർത്തിയെടുത്ത ആ വ്യവസായ സാമ്രാജ്യം പോലെ തന്നെയാണ് ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതവും. പ്രസിഡന്റ് സ്ഥാനം പോയാലും ലോകത്തിന്റെ മുൻനിര വ്യവസായ ഗ്രൂപ്പായ ദി ട്രംപ് ഓർഗനൈസേഷന്റെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത പ്രസിഡന്റായി ട്രംപ് പിന്നെയും ഉണ്ടാകും ആഗോള ഭരണത്തിൽ. US ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.
അരനൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ പ്രവർത്തനമാണ് ജോ ബൈഡന്റെ മൂലധനം. അമേരിക്കയിൽ തന്നെ ഏറ്റവും പരിചയസമ്പന്നനായ പൊതുപ്രവർത്തകൻ. കാറും കോളും നിറഞ്ഞ ആഗോള രാഷ്ട്രീയത്തിൽ 1972 മുതൽ അമേരിക്ക എടുത്ത തീരുമാനങ്ങളിൽ എല്ലാം പങ്കാളിയാണ് ബൈഡൻ. Senator Biden, welcome to the Advocates. Thank you. Good to be here. Senator Biden, it's nice to have you here. As the youngest member of the Senate, the one, therefore, who may expect the longest career there, I wonder if you'd say to us, since it's clear that you're not corrupt and you got elected, why should people think that the system produces corrupt results when there you are? Well, I'm not sure you should assume I'm not corrupt, but thank you for that, though. The system does produce corruption, and I think implicit in the system is corruption, when in fact, whether or not you can run for public office, and it costs a great deal of money to run for the United States Senate, even from a small state like Delaware, you have to go to those people who have money, and they always want something. ഡൊണാൾഡ് ട്രംപ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായി നടന്ന കാലത്ത് അമേരിക്കയുടെ സെനറ്റർ. പ്രസിഡന്റ് ആകാൻ ജോ ബൈഡനുള്ള അവകാശത്തെ ഇതിലും നല്ല വാക്കുകളിൽ വിശേഷിപ്പിക്കാനില്ല. 1970 ആരംഭിച്ചതാണ് ജോ ബൈഡന്റെ ഡെമോക്രാറ്റിക് പാർട്ടി പ്രവർത്തനം. ട്രംപ് പല പാർട്ടികളിൽ പോയ കാലത്തൊക്കെ ഒറ്റ പാർട്ടിയിൽ തന്നെ നിന്നയാൾ. ആയിരത്തി 1972 സെനറ്റ് അംഗമാകുമ്പോൾ ആ വർഷത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം. 2 നൂറ്റാണ്ട് പിന്നിട്ട സെനറ്റ് ചരിത്രത്തിൽ മറ്റ് 5 പേർ മാത്രമേ ഈ പ്രായത്തിൽ അവിടെ എത്തിയിട്ടുള്ളൂ. പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഇത് ആദ്യമല്ല ബൈഡന്റെ പേരുയർന്നത്. 1988 44 വയസ്സിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഏറ്റവും ശക്തനായ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ബൈഡൻ പ്രചാരണം. അത്തവണ മൈക്കൽ ഡ്യൂക്കാക്കിസ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാവുകയും സീനിയർ ബുഷിനോട് തോൽക്കുകയും ചെയ്തു. പിന്നീട് 2008 ബൈഡൻ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിത്വത്തിനായി മത്സരിക്കുന്നത്. ഒബാമ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബഹുദൂരം മുന്നിലെത്തിയപ്പോൾ ബൈഡനെ വൈസ് പ്രസിഡന്റായി ഒപ്പം കൂട്ടി. പിന്നെയുള്ള 8 വർഷവും ബറാക് ഒബാമയുടെ വിശ്വസ്തനായ വൈസ് പ്രസിഡന്റായി ഭരണ പങ്കാളിത്തം. The best vice president America's ever had, Mr. Joe Biden. This also gives the internet one last chance to talk about our bromance. ജോ ബൈഡന്റെ ഭരണമികവ് വാഴ്ത്തപ്പെടുന്നത് ഒറ്റ കാര്യത്തിലാണ്. 2008 ഒബാമ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് ലോകത്തെ മുഖ്യ ആഗോള സാമ്പത്തിക മാന്ദ്യം. അന്ന് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ജോ ബൈഡൻ കൈക്കൊണ്ട നടപടികളാണ് ഒബാമ സർക്കാരിന്റെ രണ്ടാം ഭരണം. ലോകത്തെ മറ്റേതൊരു രാജ്യത്തെക്കാളും വേഗത്തിൽ അമേരിക്ക മടങ്ങി വന്നത് ജോ ബൈഡന്റെ നയ തീരുമാനങ്ങൾ മൂലമെന്നാണ് വിലയിരുത്തൽ. കണക്കുകൾ എത്ര പാളിയാലും ഇളകാത്ത മനസ്സാണ് ബൈഡന്റെ കൈമുതൽ. ചാഞ്ചല്യമില്ലാത്ത ആ നിലപാടാണ് കഴിഞ്ഞ അരനൂറ്റാണ്ടായി ബൈഡനെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ താക്കോൽ സ്ഥാനത്ത് മാറ്റമില്ലാതെ നിലനിർത്തുന്നത്. Even the president, he continued to lie about it. Even the president acknowledged early on that he thought Medicare should be able to negotiate drug prices to lower prices overall. He hadn't done it. He doesn't mean it. But there's a lot of Republicans that do mean it. So I'm confident we can get it done. So thank you all very, very much. US Election Desk, News 18. ഒരു ഡസനിൽ ഏറെ ഇന്ത്യൻ വംശജരാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ നിറഞ്ഞു നിൽക്കുന്നത്. വൈസ് പ്രസിഡന്റ് നോമിനി കമലാ ഹാരിസിന്റെ പ്രസ് സെക്രട്ടറി സബ്രീന സിംഗ് മുതൽ ട്രംപിന്റെ ക്യാമ്പയിൻ ഡയറക്ടർ കാവ്യ രാമഗിരി വരെയുണ്ട് ആ പട്ടികയിൽ. ഈ തെരഞ്ഞെടുപ്പിൽ കമലാ ഹാരിസിന്റെയും ബൈഡന്റെയും ശബ്ദം 2 ഇന്ത്യൻ വംശജരാണ്. കമലാ ഹാരിസിന്റെ പ്രസ് സെക്രട്ടറിയാണ് 34-കാരിയായ സബ്രീന സിംഗ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്ന ജെ സിംഗിന്റെ കൊച്ചുമകളാണ് സബ്രീന. അമേരിക്കയിൽ കുടിയേറി ഇന്തോ അമേരിക്കൻ വ്യാപാര സംഘടന സ്ഥാപിച്ചയാൾ. ഇതോടൊപ്പം ബൈഡന്റെ പ്രസംഗമെഴുത്തുകാരുടെ സംഘത്തെ നയിക്കുന്നത് ഇന്ത്യൻ വംശജനായ വിനയ് റെഡ്ഡിയാണ്. ബൈഡന്റെ സംഘത്തിൽ ഒരു പിടി ഇന്ത്യൻ വംശജരുണ്ട്. അമിത് ജെയിൻ, സൊനാൽ ഷാ, മേധാരാജ്, ശ്രേയാ പാണിഗ്രാഹി, വിവേക് മൂർത്തി, വനിത ഗുപ്ത, ഗൗതം രാഘവൻ എന്നിവർ. അമേരിക്കൻ ജനസംഖ്യയുടെ 1% വരൂവെങ്കിലും ഇത്രയും ഇന്ത്യൻ വംശജർ മുഖ്യ സ്ഥാനാർത്ഥിയുടെ പ്രചാരണ സമിതിയിൽ വരുന്നത് ആദ്യമാണ്. 2015 മുതൽ ട്രംപിനൊപ്പമുണ്ട് ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടറായ കാവ്യ രാമഗിരി.
ട്രംപിന്റെ ചിക്കാഗോയിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ശലഭ് കുമാർ, ഉപദേശക സമിതി അംഗം സമ്പത്ത് ശിവാംഗി, ഇന്ത്യൻ വോയിസ് ഫോർ ട്രംപ് ചെയർപേഴ്സൺ മൃണാളിനി കുമാർ എന്നിവരാണ് ട്രംപ് ക്യാമ്പിലെ ഇന്ത്യൻ വംശജർ. US ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ അവസാന വട്ട വിശേഷങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് ജിനേഷ് തമ്പി ചേരുന്നു. ജിനേഷ്, വലിയ വാശിയേറിയ പോരാട്ടമാണ്. ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ട്രംപോ ബൈഡനോ? എന്താണ് നമുക്ക് അവസാനം ലഭിക്കുന്ന വിവരങ്ങൾ? സർവേയിലൊക്കെ ട്രംപ് മുന്നിലാണെങ്കിലും ബൈഡൻ മുന്നിലാണെങ്കിലും ട്രംപിനും പ്രതീക്ഷകളേറെയുള്ള തിരഞ്ഞെടുപ്പാണല്ലോ ഇത്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ ഒരു പോളിംഗ് സ്റ്റേഷന്റെ മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ ന്യൂജേഴ്സിയിൽ വളരെ തണുപ്പുള്ളൊരു ദിവസമാണ്, നന്നായി കാറ്റടിക്കുന്നുണ്ട്. എന്നാലും ഇവിടെ അമേരിക്കയിൽ നമുക്ക് എല്ലാ മാസത്തിനും മുമ്പും വോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ഏർലി വോട്ടിംഗ് എന്നാണ് അതിനെ പറയുക. അതിന് പ്രകാരം ഒരുപാട് പേര് ഈ പോളിംഗ് സെന്ററിൽ വോട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 2016 അപേക്ഷിച്ചിട്ട് ഏകദേശം 65% അമേരിക്കക്കാർ ഇലക്ഷൻ ദിനമായ നാളെ പോള് ചെയ്തിട്ടുണ്ട്, വോട്ട് ചെയ്തിട്ടുണ്ട് എന്നത് തന്നെ ഈ കോവിഡ് പാൻഡമിക്കിന്റെ സിറ്റുവേഷനിലും അമേരിക്കൻ ഇലക്ഷന് അമേരിക്കൻ വോട്ടേഴ്സ് എത്രത്തോളം താല്പര്യത്തോടെയാണ് കാണുന്നത് എന്നതിന്റെ നേർക്കാഴ്ചയാണ് എന്ന് പറയേണ്ടി വരും. നാഷണൽ ലെവൽ പോളുകളിൽ എല്ലാം ഡെമോക്രാറ്റിക് പ്രിസിഡൻഷ്യൽ സ്ഥാനാർത്ഥി ചില ശക്തമായ കാറ്റാണ് അവിടെ ന്യൂജേഴ്സിയിൽ. ജിനേഷ് തമ്പിയുടെ ശബ്ദം അത്ര ക്ലിയർ അല്ല, പക്ഷേ ഇപ്പോൾ പോളിംഗ് ബൂത്തിന് സമീപമാണ് അദ്ദേഹമുള്ളത് എന്ന് മനസ്സിലാകുന്നു. കൂടുതൽ വാർത്തകൾ അല്പസമയത്തിന് അദ്ദേഹം കൂടുതൽ വിശദാംശങ്ങൾ നൽകുമെന്നും പ്രതീക്ഷിക്കാം. ഓസ്ട്രേലിയയിലെ വിയന്നയിൽ ഭീകരാക്രമണത്തിൽ മരണം 3 മരിച്ചവരിൽ ഒരു ഭീകരനും ഉൾപ്പെടുന്നു. 15 പേർക്ക് പരിക്കേറ്റു. 6 പേരുടെ നില ഗുരുതരമാണ്. 6 ഇടങ്ങളിലാണ് തോക്കുധാരികൾ ആളുകൾക്ക് നേരെ വെടിയുതിർത്തത്. Oh yeah. Oh my god. Bist du deppert, Dina? ആദ്യ വെടിവെപ്പ് നടന്നത് ജൂത ആരാധനാലയത്തിന് സമീപമായിരുന്നു. തോക്കുധാരികളുടെ ആക്രമണത്തെ തുടർന്നുള്ള പോലീസ് നടപടിയിലാണ് ഒരു ഭീകരൻ കൊല്ലപ്പെട്ടത്. ഇയാളിൽ നിന്ന് കണ്ടെടുത്ത ബെൽറ്റ് ബോംബ് നിർവീര്യമാക്കി. നഗരത്തിൽ കോവിഡ് ലോക്ക്ഡൌൺ നടപ്പിലാകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഭീകരാക്രമണം ഉണ്ടായത്. മറ്റ് ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഭീകരാക്രമണത്തെ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അപലപിച്ചു. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 17 ജില്ലകളിലെ 94 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. മധ്യപ്രദേശിലെ 28 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും തുടരുകയാണ്. കർശന കോവിഡ് നിർദ്ദേശങ്ങൾ പാലിച്ചാണ് വോട്ടെടുപ്പ്. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ പുരോഗമിക്കുന്നു മധ്യപ്രദേശിലും ബീഹാറിലും. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗിലേക്ക് തന്നെയാണ് പോകുന്നത്. വോട്ടെടുപ്പ് ആരംഭിച്ച മണിക്കൂറിൽ തന്നെ വോട്ടർമാരുടെ നിര ദൃശ്യമാകുന്നുണ്ടായിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സാമൂഹിക അകലം പാലിച്ചാണ് പല പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലും വോട്ടർമാരുടെ നിര ദൃശ്യമാകുന്നത്. വോട്ടർമാർ ആദ്യഘട്ടത്തിൽ നടന്ന വോട്ടെടുപ്പിലും മികച്ച പ്രതികരണം തന്നെയാണ്. കോവിഡ് പ്രതിസന്ധി ഉള്ളപ്പോൾ തന്നെ മികച്ച പ്രതികരണമാണ് നൽകിയത്. 2ാം ഘട്ടത്തിൽ ആകെ 1463 സ്ഥാനാർത്ഥികളാണ് 94 മണ്ഡലങ്ങളിൽ നിന്ന് ജനവിധി തേടുന്നത്. 146 സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയുമുണ്ട്. 2,85,00,000 വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തുക. സീമാഞ്ചൽ മേഖല, ബീഹാറിന്റെ സീമാഞ്ചൽ മേഖലയിലാണ് വോട്ടെടുപ്പ് എന്നതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയുണ്ട്. കാരണം NDA സഖ്യവും പ്രതിപക്ഷ മഹാസഖ്യവും തമ്മിലാണ് പ്രധാന പോരാട്ടമെങ്കിലും സീമാഞ്ചൽ മേഖലയിൽ മുസ്ലിം വോട്ടുകൾക്ക് സ്വാധീനമുണ്ട്. അവിടെ അസദുദ്ദീൻ ഒവൈസിയുടെ നേതൃത്വത്തിലുള്ള 3ാം മുന്നണി ശക്തമായ പ്രചരണമാണ് ഇത്തവണ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3ാം മുന്നണി നേടുന്ന വോട്ടുകൾ എന്നത് തന്നെയായിരിക്കും ഈ ഫലത്തെ നിർണ്ണയിക്കുക. അതോടൊപ്പം ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്നതും ഈ ഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് രഘോപൂർ മണ്ഡലത്തിൽ നിന്ന് തേജസ്വി യാദവ്, മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്, ലാലു പ്രസാദ് യാദവിന്റെ മകനാണ്. ആ നിലയിലുള്ള ഏറ്റവും സ്റ്റാർ ക്യാമ്പയിനർ കൂടിയായിരുന്നു തേജസ്വി യാദവ്. അദ്ദേഹം RJDക്ക് വേണ്ടി പോരാട്ടത്തിനിറങ്ങുമ്പോൾ സതീഷ് കുമാറാണ് BJP സ്ഥാനാർത്ഥി. അതോടൊപ്പം തന്നെ തേജസ്വി യാദവിന്റെ സഹോദരൻ തേജ് പ്രതാപ് യാദവ് ഹാൻസ്പൂർ മണ്ഡലത്തിൽ നിന്നുമാണ് ജനവിധി തേടുന്നത്. നിലവിൽ സിറ്റിംഗ് MLA ആയിട്ടുള്ള രാജ്കുമാർ റായാണ് എതിരാളി. മറ്റ് 11 സംസ്ഥാനങ്ങളിലെ 54 സീറ്റുകളിലേക്കുള്ള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പും പുരോഗമിക്കുകയാണ്. ശരി, ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കുക.
സ്വപ്നയെയും സന്ദീപിനെയും സരത്തിനെയും ഇന്ന് ED ചോദ്യം ചെയ്തേക്കും. പ്രതികളെ ജയിലിലെത്തി ചോദ്യം ചെയ്യാൻ EDക്ക് കൊച്ചി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അനുമതി നൽകിയിരുന്നു. അതേസമയം ലൈഫ് മിഷൻ ക്രമക്കേടിൽ സ്വപ്നയുടെയും സരത്തിന്റെയും മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷം വിജിലൻസ് അന്വേഷണ സംഘം M. ശിവശങ്കറിനെ ചോദ്യം ചെയ്യും. M. ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. 6ാം ദിവസമായ ഇന്നും EDയുടെ ചോദ്യം ചെയ്യൽ തുടരും. IT വകുപ്പുകളുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളെക്കുറിച്ചാണ് ഇന്നലെയും ഇന്നും ചോദ്യം ചെയ്തത്. ശിവശങ്കറിന്റെയും അടുത്ത ബന്ധുക്കളുടെയും സമ്പാദ്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വരിഞ്ഞുമുറുക്കലിനെ നിയമവഴിയിലൂടെ പ്രതിരോധിക്കാൻ സർക്കാർ ED അടക്കമുള്ള അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ ദൈനംദിന ഭരണനിർവഹണത്തെ പോലും ബാധിക്കുമെന്ന ആശങ്കയാണ് സർക്കാരിന്. ഉദ്യോഗസ്ഥർ തീരുമാനങ്ങൾ എടുക്കാൻ മടിക്കുന്നതും സർക്കാർ ഗൗരവത്തോടെ കാണുന്നു. ഇതുവരെയുള്ള സമീപനം മാറ്റി കേന്ദ്ര ഏജൻസികളുമായി പോർമുഖം തുറക്കാൻ സർക്കാർ തയ്യാറാവുകയാണ്. കേന്ദ്ര ഏജൻസികളെ ക്ഷണിച്ചു വരുത്തിയ മുഖ്യമന്ത്രി ഇന്നലെ വരെയും അവരെ തള്ളിപ്പറയാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളെയൊക്കെ സംശയ നിഴലിൽ നിർത്തിയുള്ള ഏജൻസികളുടെ പോക്കിലെ അപകടം മുഖ്യമന്ത്രിയും തിരിച്ചറിയുന്നു. തെറ്റായ ദിശയിൽ നീങ്ങുന്ന രീതിയെ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. സംസ്ഥാന സർക്കാരിൻ്റെ അധികാരവും നയപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശവും ആർക്കു മുൻപിലും അടിയറ വെക്കുന്ന പ്രശ്നമില്ല. ഉദ്യോഗസ്ഥർ തീരുമാനങ്ങൾ നടപ്പാക്കാൻ വൈമുഖ്യം കാണിക്കുമെന്ന ആശങ്കയും സർക്കാരിനുണ്ട്. വേഗത്തിൽ തീരുമാനമെടുക്കേണ്ട ഭരണത്തിന്റെ അവസാന നാളുകളിൽ ഇത് സർക്കാരിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ലൈഫിൽ CBI തൊട്ടപ്പോഴാണ് സർക്കാരിന് ആദ്യം പൊള്ളിയത്. ഹൈക്കോടതിയിൽ പോവുകയും തത്കാലത്തേക്കെങ്കിലും അനുകൂല വിധി ലഭിക്കുകയും ചെയ്തു. ഈ മാതൃകയാകും സർക്കാർ പിന്തുടരുക. അന്വേഷണ ഏജൻസികൾ അധികാര പരിധി മറികടക്കുന്നുവെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനാണ് ശ്രമം. അവരുടെ അധികാര പരിധി വിടുകയാണ്. അവർക്ക് പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറത്ത് അവർ പോകരുത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണവുമായി സർക്കാർ തുടർന്നും സഹകരിക്കും. എന്നാൽ ഏജൻസികളുടെ കടന്നുകയറ്റം അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യ ഏറ്റുമുട്ടൽ സൂചനയും മുഖ്യമന്ത്രി നൽകുന്നു. K-ഫോണിനെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് പറയാനുള്ളത്, എന്തൊക്കെ സംഭവിച്ചാലും K-ഫോൺ നടപ്പിലാക്കിയിരിക്കും. ഈ യുദ്ധം ജനങ്ങൾക്കും ഈ നാടിനുമെതിരാണ് എന്ന് മനസ്സിലാക്കാൻ വേറെ അന്വേഷണമൊന്നും വേണ്ട. CBIക്ക് കേസുകൾ ഏറ്റെടുക്കാൻ നൽകിയിട്ടുള്ള പൊതുസമ്മതപത്രം പിൻവലിക്കുന്നതിനുള്ള നടപടികളും സർക്കാർ വേഗത്തിലാക്കും. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ബിനീഷ് കോടിയേരിയുടെ 6ാം ദിവസത്തെ ED ചോദ്യം ചെയ്യൽ അല്പസമയത്തിനകം ആരംഭിക്കും. ബിനീഷിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇന്നലെ കോടതിയിൽ ED ഉന്നയിച്ചത്. 2012 മുതൽ 2019 വരെ ബിനീഷ് വിവിധ അക്കൗണ്ടുകളിലൂടെ കൈമാറിയത് 5 കോടിയിലധികം രൂപയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ബംഗളൂരുവിൽ നിന്ന് കിരൺ ബാബു ചേരുകയാണ്. കിരൺ, ബിനീഷിന്റെ ചോദ്യം ചെയ്യൽ ആരംഭിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലാകുന്നു. കസ്റ്റഡി കാലാവധി നീട്ടിയിട്ടുമുണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ് ഇനി EDക്ക് ബിനീഷിൽ നിന്ന് ലഭിക്കാനുള്ളത്? രഞ്ജിത്ത്, ഇന്നലെയാണ് ബിനീഷിനെ 5 ദിവസം കൂടി EDയുടെ കസ്റ്റഡിയിലേക്ക് കോടതി വിട്ടത്. അതിന്റെ ആദ്യ ദിവസമാണ് ഇന്ന്. 6ാം ദിവസത്തെ ചോദ്യം ചെയ്യൽ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇന്നലെ ശാരീരികമായി ബിനീഷ് അവശനായിരുന്നു. 10 തവണയോളം ബിനീഷ് ഛർദ്ദിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്ന് ചോദ്യം ചെയ്യലിന് അല്പം വൈകാൻ സാധ്യതയുണ്ട്. പ്രധാനമായും EDക്ക് അറിയാനുള്ളത് 2012 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ 5,17,00,000 രൂപയാണ് മുഹമ്മദിന്റെ അക്കൗണ്ടിലേക്ക് ബിനീഷ് വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് എത്തിയത്. ഈ പണമെല്ലാം ബിനീഷിന്റെ കെയർ ഓഫിൽ എത്തിയ പണമാണെന്നും ബിനീഷാണ് ഈ പണത്തിന്റെ ശരിയായ സ്രോതസ് എന്നുമാണ് ED ഇപ്പോഴത്തെ നിഗമനം. ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് കാരണം ഈ ബിനീഷ് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ബിനീഷ് കോടിയേരിയുടെ ചോദ്യം ചെയ്യൽ അല്പസമയത്തിനകം ആരംഭിക്കും. ശനിയാഴ്ച വരെ ബിനീഷ് വീണ്ടും EDയുടെ കസ്റ്റഡിയിലാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. ഛർദ്ദിച്ചു എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ വലിയ ഗൗരവമായ കുറ്റകൃത്യങ്ങളിൽ അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ബിനീഷുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നത്. നെയ്യാർ ലയൺ സഫാരി പാർക്ക് ആധുനികവൽക്കരിക്കുന്നു. കടുവ ചാടിപ്പോയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ കൂടുകൾ നിർമ്മിക്കാനും പാർക്കിനുള്ളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാനുമാണ് തീരുമാനം. 2 മാസത്തിനുള്ളിൽ കടുവയെ വയനാട്ടിലെ ടൈഗർ റെസ്ക്യൂ സെന്ററിലേക്ക് മാറ്റും. നെയ്യാർ പാർക്കിലെ കൂട്ടിൽ നിന്നും കടുവ ചാടിപ്പോയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെന്ന ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് മന്ത്രി കെ രാജു ലയൺ സഫാരി പാർക്ക് സന്ദർശിച്ചത്. വനംവകുപ്പിന്റെ പ്രത്യേക വാഹനത്തിൽ മന്ത്രി പാർക്ക് സന്ദർശിച്ചു. ചാടിപ്പോയ കടുവയെ പാർപ്പിച്ചിരുന്ന കൂട് മന്ത്രി പരിശോധിച്ചു.
അപ്പോൾ ഇതിൻ്റെ ആ മുകളിലുള്ള റൂഫ് പിന്നെ ഇതിന് ശേഷം ഇന്നും CCTV-കൾ സ്ഥാപിച്ചും കൂടുതൽ ട്രീറ്റ്മെന്റ് കൂടുകൾ നിർമ്മിച്ചും പാർക്ക് ആധുനികവൽക്കരിക്കുമെന്ന് മന്ത്രി. വൈൽഡ് ലൈഫ് വാർഡന്റെ നിർദ്ദേശം അനുസരിച്ച് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിക്കണം, അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2 പ്രാവശ്യം, ഓരോരുത്തരുടെയും ഇതനുസരിച്ച് ഹൈറാർക്കി അനുസരിച്ച് അവർ നിർബന്ധമായി സന്ദർശിക്കണം. അതിനകത്ത് ഇവിടെ വന്ന് ഒപ്പിടണം, അല്ലാതെ അതെടുത്തുകൊണ്ട് പോയി ഒപ്പിടുകയല്ല. അതിനുള്ള സംവിധാനം ഉണ്ടാകണം. കടുവയ്ക്ക് നിലവിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. വയനാട് ടൈഗർ റെസ്ക്യൂ സെന്ററിന്റെ നിർമ്മാണം പൂർത്തിയായാൽ കടുവയെ അങ്ങോട്ടേക്ക് മാറ്റാനാണ് തീരുമാനം. കടുവയ്ക്ക് വൈഗ എന്ന് വനം വകുപ്പ് പേരിട്ടു. കടുവ ചാടിപ്പോയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം വകുപ്പ് മേധാവിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലയിൽ മാണി സി കാപ്പൻ UDF സ്ഥാനാർത്ഥിയാകുമെന്ന സൂചന നൽകി ജോസഫ്. റോഷി അഗസ്റ്റിൻ ഇടുക്കി വിട്ട് പാലയിൽ മത്സരിക്കാൻ എത്തുമെന്നും P. ജോസഫ് പറയുന്നു. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് അവസാനിപ്പിച്ചാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാകൂ എന്നും ജോസഫ് വ്യക്തമാക്കി. ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശനത്തോടെ പാലായിലെ ഇടത് MLA മാണി സി കാപ്പൻ UDFിലേക്ക് എത്തുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ കാപ്പൻ UDF സ്ഥാനാർത്ഥിയായി പാലയിൽ മത്സരിക്കുമെന്നായിരുന്നു വാർത്തകൾ. ഇതിനിടെയാണ് കോട്ടയം ജില്ലാ UDF യോഗത്തിലെ പ്രസംഗത്തിൽ P. ജോസഫ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞത്. റോഷി അഗസ്റ്റിൻ ഇടുക്കി വിട്ട് പാലായിലെത്തും. പാലായിൽ മത്സരം റോഷിയും കാപ്പനും തമ്മിലാകും. റോഷി പാലായിലേക്ക് എന്നാ കേട്ടോ. പാലായിൽ കാപ്പനെതിരെ ജോസ് കെ മാണി മത്സരിക്കുമെന്ന് ചോദിച്ചാൽ പാലായിലില്ല. റോഷി അഗസ്റ്റിൻ പാലായിലെത്തുന്നതോടെ ജോസ് കെ മാണിക്ക് കടുത്തുരുത്തിയിൽ മത്സരിക്കേണ്ടി വരുമെന്നും ജോസഫ് പറയുന്നു. എന്നാൽ 40,000 വോട്ട് ഭൂരിപക്ഷമുള്ള മോൻസ് ജോസഫിനെതിരെ മത്സരിക്കാൻ ജോസ് കെ മാണിക്ക് ധൈര്യമുണ്ടാകുമോ എന്നും ജോസഫ് സംശയം പ്രകടിപ്പിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയത്തിന് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് അവസാനിപ്പിക്കണമെന്നും P. ജോസഫ് യോഗത്തിൽ ആവശ്യപ്പെട്ടു. കടുത്തുരുത്തിയിൽ 43,500 വോട്ടിന് ഭൂരിപക്ഷം ഉപയോഗിച്ച മോൺസിന്റെ മണ്ഡലത്തിൽ അവിടെയും മോൺസിനെ ധൈര്യം കാണിക്കുന്ന എനിക്ക് തോന്നുന്നില്ല, ചിലപ്പോൾ വന്നേക്കാം. പാലാ സീറ്റ് വിട്ടു നൽകില്ലെന്ന് ആവർത്തിച്ച കഴിഞ്ഞ ദിവസം മാണി സി കാപ്പൻ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആവശ്യമെങ്കിൽ മുന്നണി മാറ്റത്തിന് പോലും NCPയിലെ ഒരു വിഭാഗം തയ്യാറായി കഴിഞ്ഞു. സീറ്റ് വിട്ടു നൽകാനാകില്ലെന്ന് ശരത് പവാർ തന്നെ LDF സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് വിവരം. ന്യൂസ് 18 കോട്ടയം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവയ്ക്കണം എന്നാവശ്യപ്പെട്ട് PC ജോർജ് MLA നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിന്മേലുള്ള വെല്ലുവിളിയാണെന്നാണ് ഹർജിയിലെ വാദം. പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ അന്വേഷണം CBIയെ ഏൽപ്പിച്ച കേരള ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് L. നാഗേശ്വര റാവു അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. CBI അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വിഷയത്തിൽ ഇടപെടില്ലെന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞുവെന്നും സാക്ഷികളിൽ ചിലരുടെ മൊഴി രേഖപ്പെടുത്തിയതായും CBI വ്യക്തമാക്കിയിട്ടുണ്ട്. കാസർഗോഡ് ജ്വല്ലറി തട്ടിപ്പ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് MC കമറുദ്ദീൻ MLA നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കമറുദ്ദീനെതിരായ കേസ് റദ്ദാക്കാൻ ആകില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. തട്ടിയ പണം എവിടേക്ക് പോയെന്ന് കണ്ടെത്താൻ അന്വേഷണം നടക്കുകയാണ്. ജ്വല്ലറി ഡയറക്ടർ ആയ MC കമറുദ്ദീനും കേസിൽ തുല്യ പങ്കാളിത്തമുണ്ടെന്നും വഞ്ചന കേസ് റദ്ദാക്കിയാൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. IPL ആവേശം.